ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ 15 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 16-ാമത്തെ ശ്ലോകം നോക്കാം. അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോ അനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. അർജുനൻ ഭഗവാനോട് പറയുന്നതാണ്. ഭഗവാന്റെ വിശ്വരൂപം ദർശിച്ചുകൊണ്ട്, വിശ്വേശ്വര, ഹേ വിശ്വത്തിൻ്റെ ഈശ്വര, ലോക ഈശ്വര, വിശ്വരൂപ, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന രൂപത്തോടു കൂടിയവനെ, അനേക ബാഹു ഉദര വക്ത്ര നേത്രം, അനേകം കൈകൾ, ഉദരങ്ങൾ, വക്ത്രങ്ങൾ, നേത്രങ്ങൾ എന്നിവയോട് കൂടിയവനായും, അനന്തരൂപം, എണ്ണമറ്റ രൂപങ്ങളുള്ളവനായും, സർവത, എല്ലായിടത്തും വ്യാപിച്ചവനായും, ത്വാം, അങ്ങയെ, പശ്യാമി, ഞാൻ കാണുന്നു, തവ, അങ്ങയുടെ, ആദിം മധ്യം പുന അന്തം, ആദിയും മധ്യവും പിന്നെ അന്തവും, ന പശ്യാമി, ഞാൻ കാണുന്നില്ല. ഹേ ലോകേശ്വര, ഹേ പ്രപഞ്ചരൂപ, അനേകം കൈകൾ, ഉദരങ്ങൾ, വക്ത്രങ്ങൾ, നേത്രങ്ങൾ എന്നിവയോട് കൂടിയവനായും, എണ്ണമറ്റ രൂപങ്ങളുള്ളവനായും, എല്ലായിടത്തും വ്യാപിച്ചവനായും അങ്ങയെ ഞാൻ കാണുന്നു. അങ്ങയുടെ ആദിയും മധ്യവും അന്തവും ഞാൻ കാണുന്നില്ല. അങ്ങ് അതിൻ്റെ തുടക്കം എവിടെയാണ്, ഒടുക്കം എവിടെയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇതാണ് അർജുനൻ ഭഗവാന്റെ ആ വിശ്വരൂപം ദർശിച്ചുകൊണ്ട് ഭഗവാനോട് തന്നെ പറയുന്നതാണ്. അല്ലയോ വിശ്വനാഥനായ ഭഗവാനെ, ദർശിക്കും തോറും അങ്ങയുടെ ശരീരത്തിലെങ്ങും അനേകം കൈകളും ഉദരങ്ങളും വായുകളും കണ്ണുകളും വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനൊരന്തമില്ല. അനേകം ജീവജാലങ്ങൾ വിവിധ രൂപത്തിൽ മിന്നിമറിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങയുടെ ശരീരത്തിൽ. ഈ പ്രപഞ്ചം മുഴുവനും അങ്ങ് നിറഞ്ഞു നിൽക്കുന്നതായി ഞാൻ കാണുന്നു. ആ വിശ്വരൂപത്തിന് തുടക്കമോ മധ്യമോ അവസാനമോ കാണുന്നില്ല. ഇതെവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു, ഇത് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയും അപ്രകാരമാണ്. അത് അനന്തമാണ്. ഇതിൻ്റെ തുടക്കം എവിടെയാണ്, മധ്യം എവിടെയാണ്, അന്തം എവിടെയാണ്, ആർക്കും പറയാനാവില്ല. അതെല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്നതുപോലെ ഈ ഭഗവത് ശരീരവും പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. പ്രപഞ്ചത്തിലുള്ള സകലതും ആ ശരീരത്തിൽ ദർശിക്കുകയാണ് അർജുനൻ. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഓരോ ആകാശഗോളങ്ങളും. ഭൂമി ഉൾപ്പെടെയുള്ള ഓരോ ഗോളങ്ങളും അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്. ഒരു ഗോളത്തിൻ്റെ ആദ്യം എവിടെയാണ്, തുടക്കം എവിടെയാണ്, അന്തം എവിടെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇവിടെയാണ് തുടക്കം, ഇവിടെയാണ് ഇതിൻ്റെ അവസാനം എന്നൊരു ഗോളത്തെപ്പറ്റി പറയാൻ കഴിയില്ല. എന്ന് പറഞ്ഞ പോലെയാണ് പ്രപഞ്ചവും. ആ പ്രപഞ്ചത്തെയാണ് ഭഗവാന്റെ ശരീരത്തിൽ അർജുനൻ ദർശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദിയും അന്തവും ഒന്നും മനസ്സിലാവുന്നില്ല അർജുനന്. അനേകം രൂപങ്ങളും കൈകളും കാലുകളും മുഖവും എല്ലാം അർജുനൻ അങ്ങനെ ദർശിച്ച് അന്തം വിട്ട് നിൽക്കുകയാണ് ഭഗവാന്റെ മുന്നിൽ. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വീണ്ടും തുടരുകയാണ്. വീണ്ടും അർജുനൻ കാണുന്ന ആ കാഴ്ചകളെപ്പറ്റി അർജുനൻ
വിവരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.